പിന്നെ നമ്മൾ സിനിമ കഴിയുമ്പം ആ വില്ലനെ പരാജയപ്പെടുന്നതോടെ ഹീറോ എന്ത് ചെയ്യാണ്, പിന്നീട് അങ്ങോട്ടൊരു പുതിയ ജീവിതം നയിക്കുകയാണ് നമ്മൾ മനസ്സിൽ കാണുന്നത്. പക്ഷേ വില്ലൻ അവിടെ എൻഡ് ചെയ്യാണ്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ എന്നെ ഏറ്റവും ത്രില്ല് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ആ ഫൈനൽ സീനിനകത്ത് നിങ്ങൾ ആ സ്റ്റേഡിയത്തിൽ നടന്നു വരുന്ന ഭാഗത്ത് നിന്ന് രണ്ടുപേരും ഒരു ചിരി ചിരിക്കുന്നുണ്ട്. ആ ചിരിക്കകത്ത് രണ്ടുപേരുടെയും വിജയമാണ് ശരിക്കും. അത്രയും നേരം ആ കേസ് പിന്നാലെ നടന്ന് വിജയിച്ച് കാര്യപ്പെട്ട തെളിവുകളൊന്നും ഇല്ലാതെ ആ കേസ് ക്ലോസ് ചെയ്യേണ്ടി വരുന്ന ആ ഓഫീസറും, പക്ഷേ എന്നാൽ താൻ ചെയ്ത തൻ്റെ മോട്ടീവ് കൃത്യമാണെന്നും അതിൽ ഞാൻ വിജയിച്ചു എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന കുറ്റവാളിയും സംശയിക്കപ്പെടുന്നയാളായിട്ടാണ് അതിൽ അവസാനിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പം ആ രണ്ട് ചിരികൾക്കും എന്താ പറയുക, ഭയങ്കര തുല്യത കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ ആ ഒരു ഷോട്ടിനെ പറ്റിയൊക്കെ പലതും പറയുന്നത് കേട്ടു. ഷോട്ടിനെ പറ്റി ഞാൻ എന്ത് പറയാ, വളരെ വൃത്തിക്ക് ബ്രോ പറഞ്ഞിട്ടുണ്ട്. അത് അത്രയും എനിക്ക് ഇത്രയും നല്ല വൃത്തിക്ക് സംസാരിക്കാൻ പറ്റില്ല ആ ഷോട്ടിനെ പറ്റി. അത് ബാഹുലിന്റെയും അഹമ്മദിക്കയുടെയും വിഷനാണ്. അത് ബാഹുല് വളരെ വൃത്തിക്ക് അത് എഴുതിയും വെച്ചിട്ടുണ്ട്. ബാഹുല് വളരെ വ്യക്തമായി ആ സീനിനും ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് സീനുണ്ടോ ആ സീനിലൊക്കെ വളരെ വൃത്തിക്ക് ബാഹു വന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു തരും. എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അത് വലിയൊരു ഹെൽപ്ഫുൾ ആയിരുന്നു.